أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وآله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. ബാബുൻ ഫി തഖ്വ, തഖ്വയിൽ പറയുന്ന അധ്യായമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ മാറി നിൽക്കുക. അള്ളാഹു കൽപ്പിച്ച, ചെയ്യാൻ പറഞ്ഞ, പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക, പരമാവധി ചെയ്യുക. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി നമ്മൾ വിട്ട് നിൽക്കുക. ഇതാണ് തഖ്വ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഖുർആൻ, ഹദീസ് തഖ്വയുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന് തഖ്വ ചെയ്യണം. ഹഖ്ക തുഖാത്തിഹി, ഹഖ്ക തുഖാത്തിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം സൂക്ഷിക്കണം. എങ്ങനെയാണോ അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്യേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തഖ്വ ചെയ്യണം. സത്യസന്ധമായ രൂപത്തിൽ. ചിലർ പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് കേൾക്കുക, അള്ളാഹുവിന് ദോഷം ചെയ്യാതിരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ മറക്കാതിരിക്കുക, അള്ളാഹുവിനക്ക് നന്ദി ചെയ്യുക, അള്ളാഹുവിനക്ക് നന്ദി കേട് കാണിക്കാതിരിക്കുക. അപ്പോൾ അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്യേണ്ടതു പ്രകാരം നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യണം സത്യവിശ്വാസികളെ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, വീണ്ടും പറയുന്നു, ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മസ്തതഅ്തും, ഇസ്തതാഅ യസ്തതിഉ എന്നാണ് ഫീല്. ഇസ്തതാഅ ഇസ്തിഫാലൻ ബാബാണ്, സുലാസി മസീദ് ഫീയാണ്. അപ്പോൾ അതിങ്ങനെ സർഫാക്കിയപ്പോൾ ഒരു അക്ഷരം ഇന്ന് പോയിട്ടുണ്ട്. ഇസ്തതാഅ എന്ന് പറയുമ്പോൾ ഐനിൻ്റെ മുമ്പ് ഒരു അലിഫ് ഉണ്ട്, അലിഫ് ശേഷം ഇവിടെ നിന്ന് പോയി. ഇസ്തതാഅ്തും, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും തഖ്വ ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ പരമാവധി തഖ്വ നിങ്ങൾ ചെയ്യണം. അപ്പം ആദ്യം പറഞ്ഞു തഖ്വ ചെയ്യേണ്ടത് പ്രകാരം ചെയ്യണം. അപ്പം അതിനെ വിശദീകരിക്കുകയാണ് ഈ ആയത്ത്. എങ്ങനെ തഖ്വ ചെയ്യേണ്ടത് പ്രകാരം ചെയ്യുക? ഓരോരുത്തർക്കും കഴിവിൻ്റെ പരമാവധി. അപ്പോൾ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന ആളുണ്ടാവും, അദ്ദേഹത്തിന് അങ്ങനെ കഴിയും.
ചിലപ്പോൾ അത്രയേറെ ഈമാനികമായ പുരോഗമനമോ അറിവോ ഇല്ലാത്ത ആളുകൾക്ക് അതിനനുസരിച്ചേ തഖ്വ ചെയ്യാൻ സാധിക്കൂ. കഴിവിൻ്റെ പരമാവധി ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നത്ര. വഹാദിഹിൽ ആയത്തു, ഈ ആയത്ത്, രണ്ടാമത് ഓതിയ ആയത്ത്, മുബയ്യിനത്തുൻ, ബയ്യന യുബയ്യിനു, മുബയ്യിനത്തുൻ വിശദീകരിക്കുന്നതാണ്. ലിൽ മുറാദി, ഉദ്ദേശത്തിനെ, മിനൽ ഊല, ഒന്നാമത്തതിൽ നിന്നുള്ള ഉദ്ദേശം അത് വിശദീകരിക്കുകയാണ് ഈ ആയത്ത്. ഖുർആനിൽ ചില ആയത്തുകൾ മറ്റ് ചില ആയത്തുകളെ വിശദീകരിക്കും. അതുപോലെ ഹദീസ് ഖുർആനിനെ വിശദീകരിക്കും. അങ്ങനെയൊക്കെ വരും. അപ്പം ഈ ആയത്ത് നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ആയത്തിൽ നിന്നുമുള്ള ഉദ്ദേശത്തിനെ വിശദീകരിക്കുന്നതാണ്, വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ മുഫസ്സിറത്തുൻ ലഹ, ഫസ്സറ യുഫസ്സിറു, തഫ്സീർ ചെയ്യുന്നതാണ്. ലഹ, ആ ഒന്നാമത്തതിനേക്കുള്ള വിശദീകരണവും ആണ്. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുക, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക, അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക, അള്ളാഹുവിനെ മറക്കാതിരിക്കുക, അള്ളാഹുവിനേക്ക് നന്ദി ചെയ്യുക, നന്ദികേട് നിഷേധം കാണിക്കാതിരിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോട്ട് ചെയ്യണേ. ഇവിടെ വഖാല തആല, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ. അവിടെയും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വഖൂലു, നിങ്ങൾ പറയണം, ഖൗലൻ സദീദൻ, നല്ല സംസാരത്തിനെ, നല്ല വാക്കുകൾ സംസാരിക്കുകയും വേണം. മോശമായ വാക്കുകൾ പറയരുത്. നല്ല വർത്താനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അങ്ങനെ ചെയ്താൽ, ഈ ആയത്തിൻ്റെ ബാക്കിയുണ്ട്, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചാൽ, നല്ല സംസാരങ്ങൾ പറയുകയും ചെയ്താൽ, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളൊക്കെ അവൻ സ്വീകരിക്കും. നല്ല നല്ല അമല് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുത്തു തരും. അങ്ങനെ ആയത്തിൻ്റെ ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ തഖ്വ ചെയ്യുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം പറഞ്ഞാണ്. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അല്ലാഹുവിന് തഖ്വ ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, യജ്അൽ ലഹു, അവൻ ആ സൂക്ഷിക്കുന്നവനിക്ക് നൽകും, അള്ളാഹു അവനിക്ക് നൽകും, മഖ്റജൻ, മോചനമാർഗം നൽകുന്നതാണ്. എല്ലാ വിഷയത്തിനും മോചനമാർഗം നൽകും, എല്ലാ പ്രശ്നത്തിനും പരിഹാരം നൽകും. ദുനിയാവിലെ മാത്രമല്ല, പരലോകത്തെയും ദുനിയാവിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ. മാത്രമാണോ? വയർസുഖ്ഹു, മൻ, രണ്ടെണ്ണത്തിന് ജസ്മി എന്ന് പറഞ്ഞില്ല നമ്മൾ, മൻ എന്നുള്ളത്. മൻ യത്തഖി, അവിടെ ജസ്മ അവസാനത്തെ കളയിലും കൊണ്ടാണ്. യജ്അൽ, അവിടെ ജസ്മ അതിൻ്റെ ജവാബാണ്. വ എന്നുള്ളത് അത്ഫു മഅ്തൂഫാണ്. വയർസുഖ്ഹു, അള്ളാഹു അവന് റിസ്ഖ് നൽകും. അള്ളാഹു അവന് റിസ്ഖ് നൽകും. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകും, വസ്ത്രം നൽകും, ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കും. മിൻ ഹൈതു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ. അവൻ, അതായത് അവൻ്റെ മനസ്സിന് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള രൂപത്തിൽ അള്ളാഹു അവനക്ക് റിസ്ഖ് നൽകും. അവന് പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരവും മോചനമാർഗവും അള്ളാഹു നൽകുന്നതാണ്.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനക്ക് തഖ്വ ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, യജ്അൽ, അവൻ നൽകും, ലക്കും, നിങ്ങൾക്ക്, ഫുർഖാനൻ, വേർതിരിച്ചറിയാനുള്ള ശേഷി നൽകും. സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള നൽകും. നിങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ശേഷി നൽകും. നിങ്ങൾക്ക് അപകടമുണ്ടാക്കുന്നതും നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നതും വേർതിരിച്ചറിയാനുള്ള ശേഷി നൽകും. വേർതിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നല്ലത് ചെയ്യും. അപകടത്തേക്ക് പോവില്ല, സന്തോഷം ഉണ്ടാകുന്നത് ചെയ്യും. അതുപോലെ നമ്മൾ സത്യത്തിലേ ജീവിക്കുള്ളൂ, അസത്യത്തിലേക്ക് പോവില്ല. നന്മയെ ചെയ്യുള്ളൂ, തിന്മ ചെയ്യൂല. അപ്പോൾ അള്ളാഹുവിന് നിങ്ങൾ തഖ്വ ചെയ്താൽ നിങ്ങൾക്ക് വിവേചിച്ച് അറിയാൻ, വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഫുർഖാനിനെ നൽകും. മാത്രമാണോ? അല്ല. വയുകഫിർ അൻകും, നിങ്ങൾക്ക് മറച്ചു വെക്കും, അവൻ മറച്ചു വെക്കും നിങ്ങളെ തൊട്ട്, സയ്യിആത്തിക്കും, നിങ്ങളുടെ എന്താ പറയുക, മോശം കാര്യങ്ങളെ, വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു വലിയ ഔദാര്യത്തിൻ്റെ ഉടമയാണ്, അധിപനാണ്. അള്ളാഹു വലിയ ഔദാര്യം ചെയ്യുന്നവനാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്ക് നൽകും. അതുപോലെ നിങ്ങളുടെ ദൂഷ്യങ്ങളെ മറച്ചു വെക്കും, നിങ്ങൾക്ക് പുറത്തു നൽകുകയും ചെയ്യും. ക്ലിയർ അല്ലേ? എവിടെയെങ്കിലും പറയണോ ഈ ആയത്തുകളൊന്ന് നോക്കൂ. ഫള് എന്ന് പറഞ്ഞ ഔദാര്യം, അൽ അലീം എന്ന് പറഞ്ഞ വലിയ ഔദാര്യത്തിൻ്റെ ഉടമയാണ്. എന്ന് പറഞ്ഞ ഉടമ എന്നർത്ഥം. നമ്മൾ 6 ഇസ്മുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അസ്മാഉ സിത്ത, അല്ല അത് പറഞ്ഞിട്ടില്ല ഒന്നും, അത് നഹ്വിൽ വരും. അബ്, അഹ്, ഹമ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, അബീ ബക്കിരിൻ, ഇവിടെ കാണാം അബീ, അടുത്ത ഹദീസിൽ കണ്ട അബീ ഹുറൈറ, അവിടെ യാവ് കൊണ്ടാണ് ജറ്. അതേപോലെ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നെസ്ബ് കിട്ടുന്ന തബ്ബത് യദാ അബീ ലഹബിൻ, അബൂബക്കിരിൻ, അബാബക്കിരിൻ എന്നൊക്കെ കാണാം. അപ്പോൾ അവിടെ റഫും നെസ്ബും ജറും വ്യത്യസ്ത അക്ഷരങ്ങളെ കൊണ്ടാണ്, ഹർക്കത്തുകളെ കൊണ്ടല്ല. അതിൽപ്പെടുന്ന ആ കാറ്റഗറിയിൽപ്പെടുന്ന അങ്ങനെയുള്ള ഇസ്മുകൾ 6 ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റൂ എന്നത്. റൂ എന്നാകും, റാ എന്നാകും, ദീ എന്നാകും. മനസ്സിലായോ? ആ അവിടെ അങ്ങനെ തന്നെയാണ്. ബക്ർ എന്ന് പറഞ്ഞാൽ നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആള് എന്നർത്ഥം. അത് അബു എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ വാപ്പയാണ് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഉടമസ്ഥനാണ് എന്നുള്ള അതിൻ്റെ അർത്ഥം. അതേപോലെ അബൂബക്രിന് പേര് വരാൻ കാരണം എന്താണ്? ബക്ർ എന്ന് പറഞ്ഞൊരു മകനുണ്ട്. ബക്ർ, ബക്കർക്ക എന്ന് പറയില്ലേ നമ്മളെ, അതേപോലെ ബക്കറാജി എന്നൊക്കെ പറയും, ബക്കർ. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് അബൂബക്കർ. പിന്നെ അവിടെ അബൂബക്കർ ഉള്ളാൻ്റെ അർത്ഥം എല്ലാ കാര്യവും നേരത്തെ ചെയ്യും. അതിനങ്ങനെയാണ് അബൂബക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ അബീ ഹുറൈറ, അബാ ഹുറൈറ, അബൂ ഹുറൈറ എന്ന് പറഞ്ഞ പോലെ തന്നെ അബാ ബക്രിൻ, അബീ ബക്രിൻ, അബൂബക്കറിൻ വരും.
ക്ലിയർ അല്ലേ? കാശിഫ ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് വൽ ആയാത്തു ഫിൽ ബാബി, ഈ അദ്ധ്യായത്തിലുള്ള ആയത്തുകൾ കസീറത്തുൻ മഅലൂമത്തുൻ, ധാരാളമുണ്ട്, അറിയപ്പെട്ടിട്ടുമുണ്ട്. കുറേ ഉണ്ട്, ഇനി കുറേ ഒന്നും പറയുന്നില്ല, ഒരു 5-6 പറഞ്ഞിട്ട് നമ്മൾ ഇനി ഹദീസിലേക്ക് കിടക്കുകയാണ്. അമ്മൽ അഹാദീസു, അപ്പോൾ ഹദീസുകൾ, ഫൽ അവ്വലു, ഒന്നാമത്തത്, അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ അക്രമുന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ് നബിയേ എന്ന് ചോദിച്ചു. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തുഖാഹും, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന ആള്, അദ്ദേഹത്തിനാണല്ലോ ദുനിയാവിലും ആഖിറത്തിലൊക്കെ വലിയ പദവി ഉണ്ടാകുക. അപ്പോൾ ആരാണ് ഏറ്റവും ഉത്തമൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, ലൈസ അൻ ഹാദാ നസ്അലുക, ആ മഹത്വത്തെക്കുറിച്ചല്ല ഞങ്ങൾ ചോദിക്കുന്നത്, അതിനെക്കുറിച്ചല്ല എന്ന്. അത് മൊത്തത്തിലൊരു പറച്ചിലാണല്ലോ, കൂടുതൽ തഖ്വ ചെയ്യുന്നത്. ഒരു ഇന്ന ആള് എന്ന് പേര് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല യൂസുഫു, യൂസിഫ്, യൂസഫ്, യൂസുഫ് ഒന്നും പറയാട്ടോ, യൂസുഫ് എന്നാണ് കൂടുതൽ ഉപയോഗിക്കുക. യൂസുഫു, യൂസുഫ് നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി, അള്ളാഹുവിൻ്റെ നബിയായ, ഇബ്നു നബിയില്ലാഹി, നബിൻ്റെ മകനായ, ഇബ്നു നബിയില്ലാഹി, ഇബ്നു ഖലീലില്ല ഉണ്ടാകും. അപ്പോൾ ഇബ്രാഹിം നബിയാണ് ഖലീലുള്ള. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലു, അപ്പോഴും അവർ പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക, ഇതുമല്ല ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്നത് ഇതുമല്ല, ഇങ്ങനെ അതുമല്ല, ഈ ഉത്തരവല്ല ഞങ്ങൾ, ഞങ്ങളുടെ ചോദ്യം വേറെയാണ്. അപ്പോൾ ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅൻ മആദിനിൽ അറബി തസ്അലൂനി, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അറബി ഗോത്രത്തിലെ പുത്തന്മാരെ കുറിച്ചാണോ എന്ന് ചോദിച്ചു. മആദിനിൽ അറബി, അറബികളുടെ മആദിൻ എന്ന സ്രോതസ് എന്നാണ്, സ്രോതസ്സുകൾ. അപ്പൊ അറബികളുടെ സ്രോതസ്സുകളെ കുറിച്ചാണോ ചോദിക്കുന്നത്, അറബികളുടെ കൂട്ടത്തിൽ ഉത്തമൻ ആരാന്നാണോ ചോദിക്കുന്നത്, തസ്അലൂനി, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതായത് അവർ പറഞ്ഞിട്ടുണ്ടാവും മറുപടി അതേന്ന് പറഞ്ഞു. അപ്പം നബി തങ്ങൾ അതിന് മറുപടി പറയാണ്, ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഉത്തമന്മാരായിരുന്ന അറബികൾ, ഖിയാറുഹും ഫിൽ ഇസ്ലാം, അവർ ഇസ്ലാം വന്നതിന് ശേഷവും ഉത്തമന്മാരാണ്.
എപ്പോ ഇതാ ഫഖുഹു, അവർ അറിവുള്ളവരാണെങ്കിൽ, അറിവ് നേടുന്നവരാണെങ്കിൽ, അവർ അറിവ് നേടുന്ന ആളുകളാണെങ്കിൽ. അപ്പോൾ ഇൽമുണ്ടാവണം, ഇൽമുണ്ടായിട്ട് അത് പഠിക്കണം, ഇസ്ലാം സ്വീകരിക്കണം, ഇസ്ലാം സ്വീകരിച്ച് ഈ മതപരമായ കാര്യങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോൾ അവർ തഖ്വ ചെയ്ത് ജീവിക്കും. അറിവ് തഖ്വയുടെ മാനദണ്ഡമാണല്ലോ. അറിവുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ തഖ്വ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. അപ്പോൾ അറബി ഗോത്രത്തിൽ ഉത്തമന്മാരായ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ, അറിവ് നേടി അതോടൊപ്പം ജാഹിലിയ കാലഘട്ടത്തിൽ ഉത്തമന്മാരായിരുന്ന ആളുകൾ ഇസ്ലാം വന്നാലും ഇസ്ലാമിലും ഉത്തമന്മാരാണ്, അറിവ് നേടുകയാണെങ്കിൽ. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ അവിടെ ഫഖ്ഹു എന്ന് പറഞ്ഞാൽ ഐ അലിമു അഹ്കാമ ശർഈ, മതവിധികൾ, ശർഇന്റെ വിധികൾ അറിഞ്ഞാൽ, അറിവുള്ളവരായാൽ എന്നാണ് അർത്ഥം. ഫഖ്ഹു എന്ന് പറഞ്ഞാൽ അലിമു അഹ്കാമ ശർഈ, മതത്തിൻ്റെ ശർഇന്റെ വിധികൾ അറിവുള്ളവരാണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അറിവ് വലിയൊരു കാര്യമാണ്. അറിവുണ്ടെങ്കിലാണ് നമുക്ക് തഖ്വ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഈ 3 സംഭവവും തഖ്വ ചെയ്ത് ജീവിക്കുന്നവരെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേകമായ ഒരാളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ യൂസുഫ് നബിനെ കുറിച്ച് പറഞ്ഞതാണ്. നബിൻ്റെ ചരിത്രം നമുക്കറിയാലോ. പല പരീക്ഷണ ഘട്ടങ്ങളിലും തഖ്വ ചെയ്ത് ജീവിച്ച മഹാനാണ്. നബി തങ്ങളെക്കാളും വലിയ തഖ്വ ചെയ്തു എന്നല്ല, ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന ആൾ റസൂലുള്ളാഹിയാണ്. അത് ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. അന അത്ഖാക്കും, ഞാനാണ് ഏറ്റവും വലിയ തഖ്വ ചെയ്യുന്നത് റസൂലുള്ളാഹിയാണ്. ഇവിടെ പിന്നെ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, ഒരാളെ പേര് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞത് അത് തവാളുവിന് വേണ്ടിയിട്ടാണ്. പിന്നെ വാപ്പയും വെല്ലുപ്പയും വെല്ലുപ്പാൻ്റെ വാപ്പയും ഒക്കെ നബിയാണല്ലോ, ആ നിലക്കുള്ള ഒരു പവർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? 70 അസാനി, രണ്ടാമത്തെ ഹദീസ്. അൻ അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നദ്ദുന്യാ, നബി തങ്ങൾ പറഞ്ഞു, ഇന്നദ്ദുന്യാ, തീർച്ചയായും ദുനിയാവ്, തീർച്ചയായും ദുനിയാവ്, ഹുൽവത്തുൻ, മധുരമുള്ളതാണ്, ഖളിറത്തുൻ, അത് പച്ച കളറുള്ളതുമാണ്. പച്ച അതായത് പച്ചപ്പ് നിറഞ്ഞതാണ്. പച്ചപ്പ് നിറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിന് ഭയങ്കര സന്തോഷം നൽകും, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകും, കുളിര് നൽകും. അപ്പം അങ്ങനെയുള്ളതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അലങ്കാരവും മധുരവും ഉള്ളതാണ്. നല്ല മധുരമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ദുനിയാവ്. പിന്നെ മധുരം നമുക്ക് മനസ്സിൽ, ഹൃദയത്തിൽ രൂപം കൊടുക്കാൻ പറ്റുന്നതാണല്ലോ, ആന്തരികമായ ഒരു രസമാണല്ലോ. മറ്റേത് ബാഹ്യമായ ഒന്നാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എന്ന് പറയുമ്പോൾ അത് ബാഹ്യമാണ്. അപ്പം രണ്ടുമാണ് എന്നർത്ഥം, രണ്ടും ഉഷാറാണ് ദുനിയാവ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ, വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, മുസ്തഖ്ലിഫു, അവൻ പ്രതിനിധിയാക്കിയിരിക്കുന്നു, ക്കും, നിങ്ങളെ, ഫിഹാ, ദുനിയാവിൽ. എന്തിനു വേണ്ടി? ഫയൻദുറ, അവൻ നോക്കുകയും ചെയ്യും, കൈഫ തഅമലൂന, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നവര് പരിശോധിക്കുകയും ചെയ്യുന്നു, നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫത്തഖുദ്ദുന്യാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, ദുനിയാവിൻ്റെ
ആ സൗന്ദര്യത്തിൽ, ആ മധുരത്തിൽ മയങ്ങി ഹറാമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുന്നിസാ, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. സ്ത്രീകളെയും സൂക്ഷിക്കണം. സ്ത്രീകൾ കൊണ്ട് നിങ്ങൾ അപകടത്തിലാവുന്നതിനെ സൂക്ഷിക്കണം. അതെങ്ങനെ സ്ത്രീകളെ കൊണ്ട് അപകടത്തിലാവുക? പെണ്ണ് കേസിൽപ്പെട്ട്, അതുപോലെ സ്ത്രീകൾ പഴപ്പിക്കുന്ന, അത് സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും പഴപ്പിക്കും, പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു മാത്രം, സ്ത്രീകൾ പ്രത്യേകമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കാരണം ബനു ഇസ്രായേലുകാരിൽ സ്ത്രീകളെ കൊണ്ട് കൂടുതൽ എന്തായിട്ടുണ്ട്, പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ വലിയ ഒരു അപകടം ഞാൻ കാണുന്നില്ല. അപ്പോൾ വലിയ അപകടമാണ് സ്ത്രീകളെ കൊണ്ടുണ്ടാവുക. മോശം സ്ത്രീകളുണ്ടല്ലോ, അവരെ കൊണ്ടും അതുപോലെ മോശമായ ആളുകളെ പഴപ്പിക്കാനൊക്കെ അത് പറ്റുമല്ലോ, പെട്ടെന്ന് പറ്റും. അതിനെ വിശദീകരിക്കുകയാണ്. ഇന്ന അവല ഫിത്നത്തിൽ, ആദ്യത്തെ കുഴപ്പം, ഫിത്നത്തി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരിലെ ആദ്യത്തെ കുഴപ്പം, കാനത്ത് ഫിന്നിസായി, അത് സ്ത്രീകളിലായിരുന്നു, സ്ത്രീകൾ കാരണമായിരുന്നു. അവിടെ ബൽആം ഇബ്നു ബഊറ എന്ന് ഒരു വലിയൊരു ആലിമായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ വലിയൊരു പണ്ഡിതനായിരുന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയാം മൂസാ നബി പ്രവാചകനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇസ്മുൽ അഅ്ലം അറിയാമായിരുന്നു എന്നാണ് പറച്ചില്. ഇസ്മുൽ അഅ്ലത്തിന് പവർ ഉണ്ടല്ലോ പ്രത്യേക, അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ അന്ന് ശത്രുക്കൾ പറഞ്ഞു, ഇദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, ബൽആമെ മൂസാ നബിക്കെതിരെ ദുആ ഇറക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ദുആ പെട്ടെന്ന് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല. അദ്ദേഹത്തിന് അറിയായിരുന്നു നബിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ് അദ്ദേഹത്തെ സ്വീപ്പാക്കുകയും ആ സമൂഹം വലിയ ഓഫറുകൾ വെക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ആ ഇൽമു ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും അള്ളാഹു ആ അറിവും അദ്ദേഹത്തിൻ്റെ ആദരവൊക്കെ എടുത്തു മാറ്റി. ഒരു വിലയും കൊടുക്കാതെ, നമ്മൾ സാധാരണ പറയാറുള്ള ജീവിയാണല്ലോ ഡോഗിനെ കുറിച്ച് പറയും. ഡോഗ്, ആ ഒരു പരാമർശമാണ്, ആ ഒരു ഡോഗിൻ്റെ ഉപമയാണ് പിന്നെ അദ്ദേഹത്തിന് കൊടുത്തത്. മസലുഹും മസലിൽ കൽബി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ച് പ്രവർത്തിച്ചില്ല. അതിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സമുദായമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഈ പെണ്ണുങ്ങളെ കൊണ്ട് നാശമായിട്ടുണ്ട്. അതുപോലെ ഹാറൂത്ത് മാറൂത്ത്, ആ സംഭവത്തിലും കാണാം. പിന്നെ ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് ആ പൂച്ച അങ്ങനെ മരണപ്പെട്ടു. അത് കാരണം ആ പെണ്ണ് നരകത്തിലായി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കേസുകളുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അത് സ്ത്രീകളോട് എതിർപ്പുണ്ടായിട്ടല്ല. ഓക്കെ നിത, അസ്സാലിസു
عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم كان يقول ഇതങ്ങൾ പറയാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ അല്ലാഹുവേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു വത്തുഖാ ഭയഭക്തിയെ ചോദിക്കുന്നു വൽ അഫാഫ പരിശുദ്ധിയെ ചോദിക്കുന്നു വൽ ഗിനാ ഐശ്വര്യത്തെ ചോദിക്കുന്നു. റവാഹു മുസ്ലിം. നമ്മൾ ദ്വാരക്ക് എപ്പോഴും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം, തുഖ എന്ന് പറഞ്ഞാൽ ഭയഭക്തി, അഫാഫ് ചാരിത്ര ശുദ്ധി പരിശുദ്ധത, വൽ ഗിന ഐശ്വര്യം. الرابع عن أبي طريف عدي بن حاتم الطائي رضي الله عنه قال سمعت ഞാൻ കേട്ടു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു. യഖൂലു നബി തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. മൻ ഒരാൾ ഹലഫ അവൻ സത്യം ചെയ്തു, അലാ യമീനിൻ ഒരു സത്യം ചെയ്യപ്പെട്ട കാര്യം അതിൻ്റെ മേൽ സത്യം ചെയ്തു. അപ്പോൾ സത്യം ചെയ്തു പറഞ്ഞു ഒരു വിഷയം. സുമ്മ റഅ പിന്നെ അവൻ കണ്ടു, അത്ഖ ലില്ലാഹി അള്ളാഹുവിനക്ക് കൂടുതൽ തഖ്വ ചെയ്യുന്ന ഒരു കാര്യത്തിനെ, മിൻഹ അതിനേക്കാൾ. അപ്പോൾ ഒരാളൊരു സത്യം ചെയ്തു, അതിനേക്കാൾ തഖ്വയുള്ളത് പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഫൽയഅതി അവൻ കൊണ്ടുവരട്ടെ, അത്തഖ്വ ആ തഖ്വയെ കൊണ്ടുവരട്ടെ, ആ ബോധ്യപ്പെട്ടതിനെ അവൻ സ്വീകരിക്കട്ടെ. അപ്പോൾ സത്യം ചെയ്തത് പൊളിച്ചിട്ട് അതിനുള്ള കഫാറത്ത് കൊടുക്കുക, എന്നിട്ട് ഇത് ചെയ്യാം, തഖ്വയുള്ള കാര്യം ചെയ്യാം. മൻ ഹലഫ അലാ യമീനിൻ, അവിടുത്തെ യമീൻ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യപ്പെട്ട ഒരു കാര്യം കേട്ടോ. ഹലഫ എന്ന് പറഞ്ഞാൽ തന്നെ സത്യം ചെയ്യാന്നാണ്, യമീൻ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാന്നാണ്. സത്യം ചെയ്യുന്നതിൻ്റെ മേൽ സത്യം ചെയ്യുന്ന പറഞ്ഞാൽ സത്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിൻ്റെ മേൽ സത്യം ചെയ്താൽ. സുമറ പിന്നെ അവൻ മനസ്സിലാക്കി, അത്ഖാലില്ലാഹി അള്ളാഹുവിനേക്ക് കൂടുതൽ തഖ്വ ചെയ്യുന്ന ഒരു വിഷയത്തിനെ, മിൻഹ അതിനേക്കാൾ. എന്നാൽ ഫൽയഅതി തഖ്വ അവൻ തഖ്വ കൊണ്ടുവരട്ടെ. ക്ലിയറാണോ? ഓക്കെ ആണോ? അതായത് ഒരാള് ഒരു കാര്യം ചെയ്യൂലാന്ന് സത്യം ചെയ്തു, പിന്നെ അതല്ല അത് ചെയ്യലായിരുന്നു നല്ലത്, അള്ളാഹുവിനക്ക് ഇഷ്ടം എന്നവന് മനസ്സിലായി. എന്നാൽ സത്യം ചെയ്തത് ചെയ്യൂല എന്നല്ലേ, ആ സത്യത്തിനെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ആ സത്യം ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഇവന് ഈ തഖ്വയുടെ ഭാഗമായി വന്ന ആ കാര്യത്തിനെ എടുക്കുക. സത്യം ചെയ്താൽ അത് പൊളിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്താൽ അതിന് കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം. അപ്പോൾ അത് ആ സത്യം ചെയ്ത കാര്യത്തെ ക്യാൻസൽ ചെയ്ത് നമ്മൾ അതിൻ്റെ പ്രായശ്ചിത്തം കൊടുക്കണം. അവിടെയും തഖ്വക്കാണ് പ്രാധാന്യം. ഓക്കെ. ഒരാൾ പറഞ്ഞു ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു എന്ത്, ഞാൻ കള്ളു കുടിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ അവിടെ എന്ത് ചെയ്യണം, സത്യം പൊളിക്കൽ നിർബന്ധമാണ്. നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ പാടില്ലല്ലോ. എന്നിട്ട് ആ സത്യത്തെ പൊളിക്കുക, എന്നിട്ട് തഖ്വയുള്ള കാര്യം, അള്ളാഹ് പറഞ്ഞ കാര്യം ചെയ്യുക, ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം ഉപേക്ഷിക്കുക, അതാ ചെയ്യേണ്ടത്. ഈ സുന്നത്തായ ഒരു കാര്യം ഒരാൾ തർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ കറാഹത്തായ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞ ഒരാൾ, അള്ളാഹുവാണ് സത്യം, ഞാൻ തലയിൽ തൊപ്പി ധരിക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് സത്യം, ഞാൻ നോമ്പുകാരായിട്ട് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നു, സത്യം ചെയ്തു.
എന്നാൽ ആ സത്യവും പൊളിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? തഖ്വ ചെയ്യുന്ന കാര്യം അവൻ ഏറ്റെടുത്ത് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇതാ ഓക്കെ. 73 അൽ ഖാമിസു അൻ അബി ഉമാമത്ത അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സുദയ്യ് ബിൻ അജ്ലാൻ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇരുന്നൂറ്റി 50 ഹദീസ് ഇദ്ദേഹം എന്തായിട്ടുണ്ട്, റസൂലുള്ളാഹിൽ നിന്നും നിവേദനം ചെയ്തിട്ടുണ്ട് കേട്ടോ. 250 ഹദീസ്. ബുഖാരി ഇമാമ് 50 എണ്ണം, മുസ്ലിം റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാമ് 5 എണ്ണം, മുസ്ലിം റളിയല്ലാഹു 3 എണ്ണം, മറ്റ് സുനന് ഹദീസിൻ്റെ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഹിജ്റ 86 വഫാത്ത്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അവസാനം വഫാത്തായ ആളാണ് അദ്ദേഹം, അബൂ ഉമാമ സുദയ്യ് ഇബ്നു അജ്ലാൻ അൽ ബാഹിലി. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അവസാനം വഫാത്തായ. ചില ആളുകൾ പറഞ്ഞു, ഓരോ സ്ഥലത്തെയും പറഞ്ഞിട്ടുണ്ട്. ഹിമ്മസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം വഫാത്തായതാണ് അബൂ ഉമാമ എന്നവർ. മക്കയിൽ വഫാത്തായത് അബു തുഫൈൽ. സഹിൽ റളിയല്ലാഹു അൻഹു മദീനയിൽ, അനസ് റളിയല്ലാഹു അൻഹു ബസറയിൽ, അബൂ ഖർസാഫ റളിയല്ലാഹു അൻഹു ഷാമിൽ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരാളാണ്, സ്വഹാബികളുടെ അവസാനം വഫാത്തായ ആളാണ്. അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലല്ലാഹി, സമിഅ്തു ഞാൻ കേട്ടു, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു, യഖ്തുബു നബി തങ്ങൾ ഖുത്ബ ഓതുകയാണ്, ഫി ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന നബി തങ്ങൾ. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖുല്ലാഹ, വിടവാങ്ങൽ പ്രസംഗത്തിലും നബി തങ്ങൾ പറയുന്നത് ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനക്ക് തഖ്വ ചെയ്യണം. വസല്ലൂ ഖംസക്കും, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം. വസൂമൂ ശഹ്റക്കും, മാസം നിങ്ങൾ നോമ്പ് നോക്കണം. നിങ്ങളുടെ മാസം റമളാനു ഷഹരി ഉമ്മത്തീന്ന് ഹദീസുണ്ട്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസം. അതാണ് ഷഹറക്കും, നിങ്ങളുടെ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കൂലിയുമൊക്കെ ഉള്ള ആ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കണം. അദ്ദു, നിങ്ങൾ കൊടുത്തു വീട്ടണം, സകാത്ത അംവാലിക്കും, നിങ്ങളുടെ മുതലുകളുടെ സകാത്തിനെ നിങ്ങൾ കൊടുത്തു വിട്ടണം. വഅതീഉ, നിങ്ങൾ വഴിപ്പെടണം, നിങ്ങൾ അനുസരിക്കണം. ഉമറാഅക്കും, നിങ്ങളുടെ ഭരണകർത്താക്കളെ, അമീറുമാരെ നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കും, ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഇത്തഖുല്ലാഹ വസല്ലൂ ഖംസക്കും വസൂമൂ ശഹ്റക്കും വഅദ്ദൂ സകാത്ത അംവാലിക്കും വഅതീഉ ഉമറാഅക്കും
അങ്ങനെയൊക്കെ ചെയ്താൽ തദ്ഖുലു നിങ്ങൾ പ്രവേശിക്കും. അവിടെ നൂന് കളഞ്ഞിട്ടാ ജസ്മ കേട്ടോ, തദ്ഖുലൂനാന്നുണ്ടാവും, നൂന് കളഞ്ഞു. അങ്ങനെ ചെയ്താൽ പ്രവേശിക്കും, നിങ്ങൾ പ്രവേശിക്കും. ജന്നത്ത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. റവാഹു തുർമുദിയു ഫി ആഖിരി കിതാബിസ്വലാത്തി, കിതാബുസ്വലാത്ത് എന്ന യൂണിറ്റിൽ അവസാനമാണ് ഈ ഹദീസിനെ പറയുന്നത്. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഹദീസാണ്, ഹസനാണ്, സ്വഹീഹാണ്. ക്ലിയർ അല്ലേ?